കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി ഇന്ന് നിർവഹിക്കും. ചുരമില്ലാ പാത എന്ന വയനാട്ടുകാരുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണത്തോടെ സഫലമാവുക. ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടായാൽ ഒറ്റപ്പെട്ടു പോകുന്ന വയനാട്, ചുരത്തിലെ ഗതാഗതക്കുരുക്കിൽ അകപ്പെടുന്ന ആംബുലൻസുകൾ, യാത്ര പാതിവഴിയിൽ മുടങ്ങിപ്പോകുന്ന വയനാട്ടുകാർ, ചുരത്തിൽ തടസ്സപ്പെടുന്ന വയനാടിന്റെ വികസനം. കാലങ്ങളായി വയനാട്ടുകാർ നേരിട്ടിരുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായാണ് തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിക്കാൻ പോകുന്നത്. ഈ വയനാട് ആ ദുരന്തത്തോട് കൂടിയിട്ട് വളരെ തകർച്ചയിലാണ് സാമ്പത്തിക രംഗത്ത്. അതിനൊരു അതിജീവനം കൂടി ഞങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. 2 ജില്ലകൾ തമ്മിലുള്ള ദൂരം 2 പഞ്ചായത്തുകൾ തമ്മിലാവും ഈ തുരങ്കത്തോട് കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിനാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. ഈ ഒരു തുരങ്കപാത വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് രോഗികളെ ഇവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2134 കോടി രൂപ ചെലവഴിച്ചാണ് പാത നിർമ്മാണം. മല തുരന്നുള്ള നിർമ്മാണം 4 വർഷം കൊണ്ട് പൂർത്തിയാകും. 8 കിലോമീറ്ററും 73 മീറ്ററുമാണ് നീളം. വയനാട്ടിലേക്കുള്ള യാത്രാസമയം 1.5 മണിക്കൂറായി കുറയും. ചുരം ബദൽപാത എന്നത് മാത്രമാകില്ല തുരങ്കപാതയുടെ വിശേഷണം. വിനോദസഞ്ചാര മേഖലയ്ക്ക് മുതൽക്കൂട്ടാവുന്ന തുരങ്കപാത പുതിയൊരു വ്യവസായ ഇടനാഴി കൂടിയാണ് തുറക്കുക. റിപ്പോർട്ടർ, കോഴിക്കോട്.